വെൽക്കം ടു PSC ടോക്സ്. ഈ വർഷം വരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് മെയിൻ സിലബസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് എക്സാമിൻ്റെ മെയിൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഓവർവ്യൂ, അതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മെയിൻസിന് വരുമ്പോൾ ബാക്കി സബ്ജക്ട്സ് എല്ലാം ഏകദേശം സിമിലർ ആണ്. ബാക്കി നിങ്ങൾ മെയിൻസ് എഴുതുന്ന പോലെ തന്നെയാണ് വരുന്നത്. ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 8 മാർക്കാണ്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്കിനായിരിക്കും ഉണ്ടാവുക, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 4 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കല, കായികം, സാഹിത്യം, സംസ്കാരം 4 മാർക്ക്. ഇനി വരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ആനുകാലിക വിഷയങ്ങൾ 10 മാർക്കായിരിക്കും ഉണ്ടാവുക. അവിടെ തന്നെ ഏറ്റവും കൂടുതലും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എൻവയൺമെൻറ്റ്, പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും കൂടുതലായിട്ട് ഈ മേഖലയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും 10 മാർക്കിനാണ് ഉണ്ടാവുക. അപ്പം അവിടെയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മാത്സിന് വീക്കാണ്, മാത്സ് മെൻ്റൽ എബിലിറ്റി ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. കാരണം ആ ഒരു 10 മാർക്ക് കിട്ടുമെങ്കിൽ തന്നെ നമുക്ക് കട്ട് ഓഫ് ഒക്കെ വരുന്ന ചിലപ്പോൾ ഒരു 40-50 മാർക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 10 മാർക്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അത്രയും നിങ്ങളുടെ മാർക്ക് അത്രയും സേഫായിട്ട് കിട്ടുന്നതാണ്. ഇനി അടുത്തത് എന്താണ്? ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്. അപ്പോൾ നോക്കിക്കേ, ഇംഗ്ലീഷും മാത്സും തന്നെ 20 മാർക്കായി. ഇനി അടുത്തത് മലയാളം വരുന്നത് വീണ്ടും 10. അപ്പോൾ വീണ്ടും ഒരു 10 മാർക്ക് കൂടെ ചേർന്നപ്പോൾ ഒരു 30 മാർക്ക് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഇത്രയും കറക്റ്റായിട്ട് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. മാത്സും ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുന്നത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ, നമ്മൾ ഇന്നത്തെ സെഷനിൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കറിയാം 20 മാർക്കാണ് വരുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന് 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മളുടെ ഓരോ മൊഡ്യൂൾ അനുസരിച്ച് ഞാൻ പറഞ്ഞു പോവാം. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്, അഥവാ വനങ്ങളാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രം വരുന്നത് 6 മാർക്കാണ്. ഓക്കെ, 6 മാർക്ക്. അപ്പോൾ വളരെ വിശദമായിട്ട് തന്നെ സിലബസ് തന്നിട്ടുണ്ട്. സിലബസിലെ ഓരോ വാക്കുകളും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതേപോലെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി, വ്യത്യാസങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാം. ആദ്യം എന്താ പറയുന്നത്? ഫോറസ്റ്റ്, അവയുടെ ഡെഫിനിഷൻ, അവയുടെ റോൾ എന്താണ്, അവയുടെ ബെനിഫിറ്റ്സ്, ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷമായും പരോക്ഷമായും അവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കുക. വളരെ എളുപ്പമാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന, കൊച്ചു ക്ലാസ് തൊട്ടേ നിങ്ങൾക്കെല്ലാം പഠിക്കുന്നതും അറിയുന്നതുമായ കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി അടുത്തത് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഏരിയ ആണ് ഫോറസ്റ്റ് ടൈപ്സ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള. ഇന്ത്യയിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും വിവിധ തരത്തിലുള്ള വനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി പഠിക്കുക. ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് SCERT. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഫോറസ്റ്റ് ടൈപ്സ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള. ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലുമുള്ള എല്ലാ വനങ്ങളുടെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഏതൊക്കെ തരത്തിലുള്ള വനങ്ങളാണുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കേണ്ടത് SCERT ആണ്. നിങ്ങളുടെ SCERT ജോഗ്രഫി, SCERT ജോഗ്രഫി നമ്മൾ ക്ലാസ്സിൽ PDF നിങ്ങൾക്ക് തരും. SCERTയുടെ ഏത് ചാപ്റ്ററാണ്, SCERT മൊത്തം ഇരുന്ന് വായിക്കേണ്ട, SCERTയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ഫയലാക്കി തരും. അപ്പോൾ ആ ഫയല്, അതിൽ തന്നിട്ടുള്ള ആ ഡോക്യുമെൻറ്റിലുള്ള എല്ലാ കാര്യവും തന്നെ നിങ്ങൾ പഠിക്കുക. നോട്ടിൽ നമ്മൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എടുക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളത്, ആ പറയുന്ന ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ വായിക്കണം. അതിലൊരു വാക്ക് പോലും മിസ്സാക്കരുത്. കാരണം ഫോറസ്റ്റ് ടൈപ്പ് ഇത്രയും നന്നായി ക്ലാസ്സിൽ, ഇത്രയും നന്നായിട്ടുള്ള നോട്ടെന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള നോട്ടായിരിക്കും. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഉറപ്പായിട്ടും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഈ 6 മാർക്കിൽ 1 മാർക്ക് വരാൻ പോകുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നിട്ടായിരിക്കും. അപ്പോൾ ഫോറസ്റ്റ് ടൈപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള എന്താണെന്നുള്ളത് പഠിക്കുക. അടുത്തത്
ഫോറസ്റ്റ് ബയോഡൈവേഴ്സിറ്റി, വന ജൈവ വൈവിധ്യം. ഓക്കെ, അതിൽ തന്നെ വെസ്റ്റേൺ ഗാട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെസ്റ്റേൺ ഗാട്സ്, ഓക്കെ, പശ്ചിമഘട്ടത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യം ഉറപ്പായും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് സിഗ്നിഫിക്കൻസ്, ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വെസ്റ്റേൺ ഗാട്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. വെസ്റ്റേൺ ഗാട്സ് എന്നൊരു ചോദ്യം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി സ്റ്റേറ്റ് ഓഫ് ദി ഫോറസ്റ്റ്. സ്റ്റേറ്റ് ഓഫ് ദി ഫോറസ്റ്റ്, ഇപ്പോഴത്തെ വനങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഗ്ലോബൽ, ഇന്ത്യൻ ആൻഡ് കേരള സിനാരിയോ. ഓക്കെ, ഗ്ലോബൽ, ഇന്ത്യൻ ആൻഡ് കേരള സിനാരിയോ. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ്, ഇപ്പോൾ കഴിഞ്ഞ എക്സാം നടന്ന തൊട്ട് മുന്നേ നടന്ന ബീറ്റ് ഫോറസ്റ്റിൻ്റെ എക്സാമിന് 2019 റിപ്പോർട്ടിൽ നിന്നിട്ടാണ് ചോദ്യം വന്നത്. 2019 നടന്ന റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം ഉണ്ടായിരുന്നത്. 2021 റിപ്പോർട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, 2021 റിപ്പോർട്ട് ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. ഓക്കെ, അത് ഇരിക്കുകയാണ് 2019 ചോദിച്ചത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എന്താ, 2021 വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു സാധാരണ 2021 നിന്നിട്ടായിരിക്കും വരാൻ സാധ്യത. പക്ഷേ PSC ഒന്നുകൂടെ ബാക്കിലേക്ക് പോയിട്ട് 2019 റിപ്പോർട്ടിലെ ചോദ്യമാണ് വന്നത്. എന്നിരുന്നാലും നമ്മുടെ 2021 റിപ്പോർട്ട് പഠിച്ച ഒരാൾക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ എന്താ, 2019 കൂടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒന്ന് നോക്കി പോവുക. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടും നോക്കുക. സ്റ്റേറ്റ് ഓഫ് ദി ഫോറസ്റ്റ് ഏറ്റവും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് 2021 കാരണം ഓൾറെഡി 2019 ചോദിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ഏതാ, 2021. അപ്പോൾ 2021 ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. എന്നിരുന്നാലും നമ്മൾ ഫുൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ 2019 ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ റിപ്പോർട്ടാണെങ്കിലും ഫുൾ ഇരുന്ന് വായിക്കണമെന്നല്ല പറയുന്നത്. ഏറ്റവും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എടുത്ത് വെച്ചിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ച് പഠിക്കുക. എന്നിട്ട് അത് റിവൈസ് ചെയ്താലും മതിയാവും. ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെയും ഇന്ത്യയുടെയും ഇപ്പോഴത്തെ വനങ്ങളെ പറ്റിയിട്ടുള്ള അവയുടെ അവസ്ഥ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡേറ്റ നിങ്ങൾ പഠിക്കണം. ഇതേപോലെ തന്നെ ഇത് ഇന്ത്യയിലുള്ള പോലെ തന്നെ കേരളത്തിലും ഇതേപോലെ ഓരോ 2 വർഷം കൂടുമ്പോഴത്തേക്കിന് റിപ്പോർട്ട് ഇറങ്ങാറുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട്, ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഏതാണോ ആ റിപ്പോർട്ടിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ തന്നെ പഠിക്കണം. അടുത്തത് ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ് ഓർ ഡേറ്റ്സ് റിലേറ്റഡ് ടു ഫോറസ്റ്റ് ആൻഡ് എൻവയൺമെൻറ്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇത് കുറച്ച് എന്താ പറയുക, നിങ്ങൾ സ്ഥിരം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും കുറേ ഡേറ്റ്സ് എന്നൊക്കെ പറയുന്നത് അല്ലേ. മാർച്ച് 21 അല്ലെങ്കിൽ ഏപ്രിൽ 21, മെയ് 22 ഈ ദിവസങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ദിവസങ്ങൾ, വന ദിവസം, ജല ദിവസം, ജൈവ വൈവിധ്യത്തിന് വേണ്ടിയിട്ടുള്ള ദിവസം, ഇങ്ങനത്തെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അതിൻ്റെ ഒരു ലിസ്റ്റ് തരുന്നതായിരിക്കും. ആ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആക്ച്വലി നമ്മൾ എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ച് തീർക്കാൻ വളരെ എളുപ്പമാണ് ബീറ്റ് ഫോറസ്റ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. അടുത്തത് തീംസ് ആൻഡ് ഫിലോസഫി. തീംസ് ആൻഡ് ഫിലോസഫി, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ ഫോറസ്ട്രി. അപ്പോൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ നടക്കുന്ന ധാരാളം പ്രോഗ്രാംസ്, അവയുടെയൊക്കെ തീം, ഇപ്പോൾ UNFCCയുടെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തീം എന്തായിരുന്നു, ഓക്കെ, പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ടാവും. അതൊന്ന് എടുത്തു വെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അല്ലെങ്കിൽ വേൾഡ് എൻവയൺമെൻറ്റ് ഡേ, അല്ലെങ്കിൽ വേൾഡ് വാട്ടർ ഡേ, ഇങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് വരുമെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഈ ദിവസം എല്ലാം തന്നെ എന്താണ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഒരു പുതിയ തീം ഇറക്കും. അപ്പോൾ ഈ തീം ബേസ്ഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം കഴിഞ്ഞ 2 കൊല്ലത്തിലെങ്കിലും മിനിമം നിങ്ങൾ ഓരോ ദിവസവും അന്ന് ആ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്ത തീം എന്താണെന്നുള്ളത് എടുത്തു വെച്ച് പഠിക്കുക. ഓക്കെ, 2-3 വർഷം, സേഫ് എപ്പോഴും 3 ഒരു 3 വർഷത്തേത് പഠിക്കുക. അതിനും പിന്നിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഒരു 3 വർഷത്തെ തീം എടുത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അടുത്തത് ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ ആൻഡ് ഫോറസ്റ്റ്. ഇത് കുറച്ചുകൂടെ സിമ്പിളാണ്. നിങ്ങൾക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് വനങ്ങളെ അത് ബാധിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ടിൽ കവർ ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് 6 മാർക്കിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് എന്ന് പറയുന്ന ആദ്യത്തെ മൊഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വൈൽഡ് ലൈഫ്. ഓക്കെ, വൈൽഡ് ലൈഫാണ്. 7 മാർക്സിനാണ് ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് വരുന്നത്. ഓക്കെ, വന്യജീവികളെ പറ്റിയിട്ടും ഒക്കെയാണ് നമ്മളിവിടെ കൂടുതലായിട്ട് സംസാരിക്കുന്നത്.
വൈൽഡ് ലൈഫ് ഡെഫിനിഷൻ ആൻഡ് വാല്യൂസ് ഓഫ് വൈൽഡ് ലൈഫ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് വൈൽഡ് ലൈഫിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും ഏറ്റവും ആദ്യം പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും, അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ത്രെറ്റ്സ് ടു വൈൽഡ് ലൈഫ്, ഇതും നിങ്ങൾ പഠിച്ചിട്ടുള്ളതും കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് നിങ്ങൾക്ക് കാണാതെയോ അങ്ങനെയൊന്നും പഠിക്കേണ്ടി വരുന്ന കാര്യങ്ങളൊന്നും അല്ല, മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളായിരിക്കും കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടത്. ഓക്കെ, വൈൽഡ് ലൈഫ് ട്രേഡ്, സൈറ്റ്സ് ആൻഡ് ട്രാഫിക്. ഓക്കെ, അപ്പോൾ സൈറ്റ്സ് എന്താണ്, ട്രാഫിക് എന്താണ്? ഈ സൈറ്റ്സും ട്രാഫിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈറ്റ്സ് ആൻഡ് ട്രാഫിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് വരാൻ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഉള്ള ഒരു ഏരിയ ആണ് സൈറ്റ്സ്. അതുപോലെ തന്നെ ട്രാഫിക് എന്ന് പറയുന്നത് എന്താണ് ഇവരുടെ ഉദ്യമം, അല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്യുന്നത്, എന്താണ് ഇവിടെ റോൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മളിവിടെ കൂടുതലായിട്ട് സംസാരിക്കുക. പിന്നെ അടുത്തത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ. അതിൽ തന്നെ ഇൻ സിറ്റു ആൻഡ് എക്സ് സിറ്റു മെഷേഴ്സ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇനി അടുത്തത് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചോദ്യം ഉറപ്പായും ഒന്നോ അതിലധികമോ ചോദ്യമോ വരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇൻ ഇന്ത്യ. ഇവിടെ നമ്മൾ കൂടുതലും പഠിക്കുന്നത് നമ്മുടെ നാഷണൽ പാർക്സ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, എലിഫന്റ് റിസർവ് ഫോറസ്റ്റ്, ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസർവേഷൻ ഏരിയാസ് ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഒക്കെ ആയിരിക്കും ഈ ഒരു മേഖലയിൽ പഠിക്കുന്നത്. ഇത് അതുകൊണ്ട് തന്നെ ലിസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ അതിലുള്ള എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ ന്യൂസിൽ വന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ, നാഷണൽ പാർക്സോ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ ആണെങ്കിൽ അതൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ കേരളത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, കമ്മ്യൂണിറ്റി റിസർവ്സ്, കൺസർവേഷൻ റിസർവ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അടുത്തത് മാബ്. മാബ് എന്ന് പറയുന്നത് മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമാണ്. മാബ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ബയോസ്ഫിയർ റിസർവ്സ്. എന്താണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നതും മാബിൻ്റെ റോൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കും. അടുത്തത് ത്രെറ്റൻഡ് ആൻഡ് എൻഡമിക് സ്പീഷീസ് ഓഫ് വെസ്റ്റേൺ ഗാട്സ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, ഇതിൽ കൂടുതലും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടത് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഈ റീസെൻ്റായിട്ട് കറണ്ട് അഫെയർസിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ന്യൂസിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ഭീഷണി നേരിടുന്നതോ, അല്ലെങ്കിൽ ഇവിടെ മാത്രം കാണുന്ന വെസ്റ്റേൺ ഗാട്സിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന സ്പീഷീസിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ബേസ് ചെയ്ത് അത് ഏത് ജീവിനെ പറ്റിയിട്ടാണോ പറഞ്ഞത് ആ ജീവിയെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ത്രെറ്റൻഡ് ആൻഡ് എൻഡമിക് സ്പീഷീസ് ഓഫ് വെസ്റ്റേൺ ഗാട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി IUCN റെഡ്ലെസ് കാറ്റഗറീസും അതിൻ്റെ ക്രൈറ്റീരിയയും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ, റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പാണുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഈ ഏരിയയിൽ പഠിക്കും. അപ്പോൾ ഇത് ഇത്രയുമാണ് വന്യജീവി, വൈൽഡ് ലൈഫ്, അതുപോലെ തന്നെ അവയുടെ സംരക്ഷണവും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കൂടുതലും സംസാരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് പഠിച്ചു, വൈൽഡ് ലൈഫ് പഠിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് മൂന്നാമതായിട്ട് അതിൻ്റെ കൺസർവേഷൻ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെ നിയമങ്ങളാണുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെയാണ്, അതിനുള്ള മെക്കാനിസംസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയായിരിക്കും ഏറ്റവും ആദ്യം വരുന്നത് ഇമ്പോർട്ടൻ്റ് ആക്ട്സ് റിലേറ്റഡ് ടു ഫോറസ്റ്റ്, ഇന്ത്യൻ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഫോറസ്റ്റ് വനങ്ങൾ സംരക്ഷിക്കുന്നത് സംബന്ധിച്ചുള്ള നിയമങ്ങൾ നമ്മൾ പഠിക്കുക. അപ്പോൾ ഏത് നിയമങ്ങളാണുള്ളത്, അതിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിക്കേണ്ട, ആ നിയമത്തിൽ പറയുന്ന നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എടുത്തു വെച്ച് പഠിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ഏതായിരിക്കും? ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. 1927 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതിലെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് റിസർവ്ഡ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആൻഡ് വില്ലേജ് ഫോറസ്റ്റ്. ഈ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കാം, ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട് സിലബസിൽ, ഹൈഫൻ ഇട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനുമായി സംബന്ധിക്കുന്നത് ഏത് ആക്റ്റാണ്? 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഇതിനകത്താണ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾസിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾസിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഫോറസ്റ്റ്
കൺസർവേഷൻ ആക്ട് 1980. അപ്പോൾ ഇതിൽ 3 ആക്ടിലും പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വ്യത്യസ്തമാക്കുന്നുവെന്നും അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ തന്നെ ക്ലിയർ ആയിട്ട് പഠിക്കാം. ഇനി അവസാനത്തെ എന്താണ്? ഇമ്പോർട്ടൻറ്റ് കൺസർവേഷൻ പ്രോജക്റ്റ്. ഒരു ചോദ്യം ഉറപ്പായിട്ടും ഈ ഏരിയയിൽ നിന്നിട്ടായിരിക്കും വരിക. നമ്മൾ കേട്ടിട്ടുണ്ടാവും പ്രോജക്റ്റ് ടൈഗർ, പ്രോജക്റ്റ് എലിഫൻ്റ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇതെന്നാണ് നിലവിൽ വന്നത്? കഴിഞ്ഞ എക്സാമിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, എന്നാണ് നിലവിൽ വന്നത്, ആരായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള തുടങ്ങിയ കുറച്ച് ബേസിക് ഫാക്ട്സ് കാര്യങ്ങളും നിങ്ങളിതിന് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ടൻറ്റ് കൺസർവേഷൻ പ്രോജക്ട്സ് ടൈഗർ, എലിഫൻറ്റ്, ഗിർ ലയൺ, സ്നോ ലെപ്പേർഡ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, ക്രോക്കഡൈൽ ബ്രീഡിംഗ് എക്സെട്ര ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ പഠിക്കാം. അതുപോലെ തന്നെ പുതിയതായിട്ട് എന്തെങ്കിലും ന്യൂസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. ഇനി ഈ ഒരു നമ്മളെ എൻറ്റയർ സിലബസിലെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള 2 മാർക്കാണ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ട് 2000 ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. അപ്പോൾ ഇവിടെ എന്താണ് ഈസി ആണെന്ന് പറയാൻ കാരണം നമുക്കിവിടെ ക്ലിയർ ആയിട്ട് സെക്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഇത്രയുമാണ് സെക്ഷൻസ് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സെക്ഷനും അതിനോട് അനുബന്ധിക്കുന്ന കാര്യം എന്താണെന്നും അതിൻ്റെ ശിക്ഷ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ പഠിച്ചാൽ മതി. അപ്പം സെക്ഷൻ 43 പെനാൽറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ടു കമ്പ്യൂട്ടർ സിസ്റ്റം എക്സെട്ര. അപ്പോൾ ഇത് ഓരോന്നും ഞാനിപ്പോൾ സമയം കളയുന്നില്ല. ഇത് ഓരോന്നും എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറയും. അപ്പോൾ ഓരോ സെക്ഷനും അവയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് ആ സെക്ഷനിൽ പറയുന്നത് എന്നുള്ളതും തന്നിട്ടുണ്ട്. ഇതിന് പുറത്തുനിന്നൊരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 2 മാർക്സ് ഇവിടുന്ന് വരുന്നത് വളരെ സിമ്പിളായിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പോലെയോ ഒന്ന് ഡയറക്റ്റായിട്ട് ഇതെന്താണെന്ന് ചോദിക്കുന്നതിന് പകരം ഒരു സാഹചര്യം തന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ ഏത് ശിക്ഷയ്ക്ക് ആയിരിക്കും ബാധകം എന്നുള്ള രീതിയിലൊക്കെ കുറച്ചുകൂടെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മെയിൻസിന് ചോദിക്കുക. പക്ഷേ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മാർക്സ് ഈ ഒരു ലിസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ മെയിൻസിലെ 20 മാർക്സ് സ്പെഷ്യൽ ടോപ്പിക്കിന് വരുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് എന്ത് പഠിക്കണമെന്നും എവിടെ നിന്ന് പഠിക്കണമെന്നും എങ്ങനെ പഠിക്കണമെന്നും നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു 20 മാർക്കിൽ നല്ലവണ്ണം മാർക്ക് സ്കോർ ചെയ്യും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് എക്സ്ട്രാ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഒന്നാമതായിട്ട് നിങ്ങൾ ആദ്യം പഠിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ തന്നെ 2020 ചോദ്യപേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നായിരിക്കണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഒരുപാട് പിന്നിലോട്ടുള്ള ചോദ്യപേപ്പർ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല, വളരെ ഡയറക്റ്റ് ആയിരിക്കും. നിങ്ങൾ സാധാരണ ചിലപ്പോൾ പഠിച്ച റാങ്ക് ഫയലുകളിൽ നിന്ന് മാത്രം ഉള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ 2022 ചോദ്യപേപ്പർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം അത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചോദ്യപേപ്പർ ഒരു പാറ്റേൺ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം എടുത്തു വെച്ച് നോക്കുക. അത് എന്തിനാണ് ആദ്യമേ നോക്കാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ പിന്നീട് കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ ആ ചോദ്യം വന്നത് പോലെ തന്നെ ഉണ്ടല്ലോ ഈ പോയിന്റ് എന്ന് തോന്നുമ്പോൾ നിങ്ങളത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആദ്യമേ തന്നെ ഒന്ന് നോക്കുക. പിന്നെ ഗവൺമെൻറ് വെബ്സൈറ്റ്സ്. ഓക്കെ, ഇത് നമ്മൾ ക്ലാസ്സിൽ ലാസ്റ്റ് ടൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലുള്ള നാഷണൽ പാർക്സ് അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങളുടെയൊക്കെ ഒരു ഡോക്യുമെൻ്റ് നമ്മളിങ്ങനെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തത് ഷെയർ ചെയ്തിരുന്നു. ഡയറക്റ്റ് അതിലെ തന്നെ വരികളിൽ നിന്നിട്ടാണ്, അതേ സെയിം വെബ്സൈറ്റിൽ നിന്നിട്ടാണ് ക്വസ്റ്റ്യൻ ഫോം ചെയ്തേക്കുന്നത്. അതേ സ്റ്റേറ്റ്മെൻറ്റ് സഹിതമായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് വെബ്സൈറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും നോക്കുക. പ്രത്യേകിച്ച് കേരളം റിലേറ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ പറ്റിയിട്ടുള്ളതൊക്കെ നമ്മളുടെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഏറ്റവും സ്റ്റാൻഡേർഡായിട്ട് അവിടെ നിന്നാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് വെബ്സൈറ്റുകൾ ഉറപ്പായിട്ടും നോക്കാം. പിന്നെ കറണ്ട് അഫയേഴ്സ്. ന്യൂസ് പേപ്പറിൽ ഇപ്പോൾ പശ്ചിമഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പുതിയൊരു സ്പീഷീസ്, ഒരു പുതിയ തരം തവളയെ കണ്ടു, അല്ലെങ്കിൽ പുതിയ തരം ചിലന്തിയെ കണ്ടു, ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ സ്ഥിരം ന്യൂസ് പേപ്പറിൽ കാണാറുണ്ട്. ബീറ്റ് ഫോറസ്റ്റിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും സാധാരണ ഒരു പക്ഷേ നിങ്ങളത് ബൈ ഹാർട്ട് ആക്കാൻ ശ്രമിച്ചു എന്ന് വരില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രമേ ചിലപ്പോൾ ബൈ ഹാർട്ട് ചെയ്യാനൊക്കെ പോളൂ. പക്ഷേ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ കേസിൽ നിങ്ങളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിൽ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ഒരു പ്രത്യേകതരം ആമകളെ
പിടിച്ചെടുത്തു, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കടത്താൻ ശ്രമിച്ച ആമകളെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചു, ഇത്തരത്തിലുള്ള ചോദ്യം നിങ്ങൾ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ഒക്കെ കാണില്ലേ. അപ്പോൾ അത് ഏത് ആമയാണ്, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അതെവിടെയാണ് സാധാരണയായിട്ട് കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കുക. അപ്പം അത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. കാരണം ഇത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ, ഒരു 3-4 ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നു, കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്ത് മാത്രം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മൃഗങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് SCERT ആണ്. നമ്മുടെ ബേസിക് ആണ്. SCERTയുടെ ജോഗ്രഫിയും എൻവയൺമെൻറ്റും, പരിസ്ഥിതിയെ പറ്റിയിട്ടുള്ളതാണെങ്കിലും ശരി, അതുപോലെ തന്നെ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും ശരി, SCERT നിങ്ങൾ മസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഈ പറഞ്ഞ ഇപ്പോൾ ഫോറസ്റ്റ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുന്ന ചാപ്റ്റേഴ്സ് SCERT തന്നെ വായിക്കുക. ഓക്കെ, SCERTയും കൂടെ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കിന് നമ്മുടെ ആക്ച്വലി പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.